ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഒരു ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും നോക്കണം എന്ന് തോന്നിയത്. ഞാൻ എന്തായാലും ഒറ്റ വർഷം കൊണ്ട് ക്ലിയർ ആക്കാനുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ. ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറാൻ ഹെൽപ്പ് ചെയ്ത് എന്തായാലും ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തതാണ്. ഞാൻ IPTS ആണ് എല്ലാ വർഷവും ഫോളോ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പം സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നതും ന്യൂസ് വായിക്കുന്നതൊക്കെ ഈ ഒരു ഓറിയന്റേഷനിലാണ്. എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിൻ്റെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ശരിക്കും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് കൊറോണ വരുന്നതിന് മുമ്പും പിന്നെ കൊറോണ വന്നതിന് ശേഷം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മെയിൻസ് പാസ്സായത് തന്നെ കണ്ടന്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അണ്ടർ പ്രിപ്പയർഡ് ആണെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഓരോ തവണ തോറ്റപ്പോഴും കിട്ടിയ സപ്പോർട്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടും അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. ഹായ് ഓൾ, നമസ്കാരം. ഞാൻ മുഹമ്മദ് ഷിനാസ്, ഐലേൺ IASന്റെ ഡയറക്ടർ ഒരാളാണ്. ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ രാഹുൽ രാഘവൻ, ഐലേണിന്റെ സ്വന്തം രാര എന്ന് ഞങ്ങളുടെ ഒപ്പമുണ്ട്. ഹായ് രാര, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. രാഹുലിന്റെ സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാസർഗോഡ് ഉദുമയിലുള്ളൊരു ഗ്രാമത്തിൽ നിന്നും എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിന് വേണ്ടി ട്രിവാൻഡ്രത്തേക്ക് വരുന്നു. കേരളത്തിലെ എണ്ണം പറഞ്ഞ എഞ്ചിനീയറിംഗ് കോളേജിലൊന്നായ CET നിന്നും എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം സിവിൽ സർവീസ് പ്രിപ്പറേഷനായിട്ട് വരുന്നു. ഈ എഞ്ചിനീയറിംഗിന് വന്ന ആൾ എപ്പോഴാണ് സിവിൽ സർവൻ്റ് ആവാനായിട്ടുള്ള ഒരു ആഗ്രഹം തോന്നിയത്? എനിക്ക് ഒരു തേർഡ് ഇയർ ഫോർത്ത് ഇയർ ഒക്കെ പഠിക്കുമ്പോഴാണ് ഒരു ആൾട്ടർനേറ്റീവ് എന്തെങ്കിലും നോക്കണം എന്ന് തോന്നിയത്. എഞ്ചിനീയറിംഗ് എൻ്റെ ഫീൽഡ് അല്ലാതെ ഏകദേശം പെട്ടെന്ന് തന്നെ മനസ്സിലായി. പിന്നെ പ്ലേസ്മെന്റിനൊന്നും അങ്ങനെ ഇരുന്നില്ല കാര്യമായിട്ട് കോളേജിൽ. അപ്പം വേറൊരു ആൾട്ടർനേറ്റീവ് എനിക്ക് തോന്നിയത് കുറച്ച് ഗവൺമെന്റ് സർവീസിലേക്കുള്ള എക്സാംസ് എഴുതാനായിരുന്നു. UPSC നല്ലൊരു ഓപ്ഷനാണ്, സിവിൽ സർവീസ് നല്ലൊരു ഓപ്ഷനാണെന്ന് കണ്ടപ്പം എഴുതിയതായിരുന്നു. കോളേജ് യൂണിയൻ്റെ ഒക്കെ പാർട്ടായിരുന്ന ഒരാൾക്ക് ഒരു പബ്ലിക് ഇൻട്രാക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അതും ഈ ഒരു ആഗ്രഹത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. അങ്ങനെ വേണമെങ്കിൽ പറയാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോളേജ് യൂണിയന്റെ പാർട്ടായിട്ട് പുറത്തുള്ള ആൾക്കാരോട് അങ്ങനെ ഇന്ററാക്ട് ഒന്നും ചെയ്തില്ല. പക്ഷെ കോളേജിലെ സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ഷൻ കൂടിയിട്ടുണ്ട്. ആ ഒരു പീരീഡിൽ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴായിരുന്നു കോളേജ് യൂണിയൻ മെമ്പർ ആവുന്നത്. അപ്പം ഒരു വീണ്ടും ഒരു ആഗ്രഹം അല്ലെ, ഈ ഒരു സിവിൽ സർവന്റ് എനിക്ക് പറ്റുന്നൊരു മേഖലയാണ് എന്ന് തോന്നിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് കോളേജ് യൂണിയനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരനും സെയിം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ 2-3 പേര് കൂടിയിട്ടായിരുന്നു ഐലൻഡിൽ വന്ന് ജോയിൻ ചെയ്തത് 2018. ഐലൻഡിലെ PCN ബാച്ചിൽ വന്ന് ജോയിൻ ചെയ്തു അല്ലേ? എങ്ങനെയാണ് ഇത് പ്രിപ്പറേഷൻ? കാരണം എഞ്ചിനീയറിംഗ്, അതായത് ഗ്രാജുവേഷൻ പഠിക്കുന്ന സബ്ജക്റ്റുകൾ പലതും ഇതുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി പഠിക്കുന്ന പൊളിറ്റി, എക്കണോമി, ഹിസ്റ്ററി പോലെ സബ്ജക്റ്റൊക്കെ പുതിയ സബ്ജക്റ്റുകളാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ലേണിംഗ് എക്സ്പീരിയൻസ്? ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് 10ാം ക്ലാസ്സിൽ വിട്ടതാണ്, പിന്നെ പഠിച്ചിട്ടില്ല കാര്യമായിട്ട്. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് പഠിക്കാനൊക്കെ നല്ല പാടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തേർഡ് അറ്റംപ്റ്റ് ഒക്കെ ആകുമ്പോഴാണ് എക്കണോമിക്സ് ഒന്ന് നന്നായിട്ട് മനസ്സിലാക്കി എടുത്തത് തന്നെ. പക്ഷെ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ സയൻസസ് 10ാം ക്ലാസ് വിട്ടതുകൊണ്ട് പെട്ടെന്ന് അത് പഠിക്കുമ്പോൾ കുറേ നാൾ അടുപ്പിച്ച് ടെക്നിക്കൽ സബ്ജക്ട് പഠിച്ചിട്ട് അവസാനം ഹ്യൂമാനിറ്റീസ് സബ്ജക്ട് പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഫ്രഷ്നെസ്, അത് പഠിക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി, അതൊക്കെ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഐലൻഡിൽ വന്നിട്ട് PCM ബാച്ചിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്കും എന്തായിരുന്നു എക്സ്പെക്ടേഷൻസ് ഒക്കെ? എക്സ്പെക്ടേഷൻസ്, ഞാൻ എന്തായാലും ഒറ്റ വർഷം കൊണ്ട് ക്ലിയർ ആക്കാനുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നില്ല ഒറ്റ അറ്റംപ്റ്റ് തന്നെ. വീട്ടിലൊക്കെ പറഞ്ഞിട്ടാ വന്നത്. ഇത് സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ്. ഒരു വരവ് കൂടി വരേണ്ടി വരും. അതെ, ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് വന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് പ്രിലിംസ് ക്ലിയർ ആണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ക്ലാസ്സിലാണെങ്കിലും ഐലൻഡ് മൊത്തത്തിലാണെങ്കിലും നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ മെയിൻസ് പ്രിലിംസ് ക്ലിയർ ആയി. പക്ഷെ മെയിൻസ് പാസ്സാവുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. കാരണം അണ്ടർ പ്രിപ്പയർഡ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. GS ആണെങ്കിലും ഓപ്ഷണൽ ആണെങ്കിലും അണ്ടർ പ്രിപ്പയർഡ് ആണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അത്തവണ മെയിൻസും യാദൃശ്ചികമായിട്ട് ക്ലിയർ ആയി. അപ്പം ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പ്രിലിംസും മെയിൻസും ക്ലിയർ ആയി, ഇന്റർവ്യൂവിന് എത്തുകയും ചെയ്തു അല്ലേ? ഓക്കെ, അതൊരു കോൺഫിഡൻസ് പിന്നീടുള്ള ജേർണിക്ക് തന്നിട്ടുണ്ടായിരിക്കും അല്ലേ? നമുക്ക് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ 3 സ്റ്റെപ്പ് മുന്നോട്ട് പോകാം എന്നുള്ളത്. ഇത്രയും വർഷം ഇവിടെ നിൽക്കാൻ സസ്റ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു കാര്യം ഈ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഇന്റർവ്യൂ എത്തി എന്നുള്ളതാണ്. അപ്പം ഒന്നുകൂടി ഒന്ന് പുഷ് ചെയ്താൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ എനിക്കറിയായിരുന്നു ഏകദേശം എവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത്. എൻ്റെ പ്രശ്നങ്ങൾ ഏകദേശം എനിക്ക് നല്ല ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം അതിൽ പതുക്കെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. ഈ പ്രിലിംസ് എക്സാം എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ ആണ്. അപ്പം ഇതിൽ കണ്ടന്റ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടെസ്റ്റുകളും ഒക്കെ. അപ്പം താങ്കളുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? അതായത് രാവിലെ കൂടുതൽ കണ്ടന്റിലായിരുന്നോ അതോ ഇങ്ങനെ കൂടുതൽ ടെസ്റ്റ് സോൾവ് ചെയ്യുന്നതിലാണോ? എന്തായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറാൻ ഹെൽപ്പ് ചെയ്തത്? ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസ് കയറാൻ ഹെൽപ്പ് ചെയ്ത് എന്തായാലും ഇവിടുത്തെ ടെസ്റ്റ് സീരീസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്തതാണ്. ഞാൻ IPTS ആണ് എല്ലാ വർഷവും ഫോളോ ചെയ്തിട്ടുള്ളത്.
ആദ്യത്തെ വർഷം ഭയങ്കര റിഗ്രസ് ആയിട്ട് തന്നെ ഫോളോ ചെയ്തു. ക്ലാസ്സിൻ്റെ കൂടെ മാക്സിമം അത് ഫോളോ ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് എൻ്റെ പ്രിപ്പറേഷൻ അങ്ങനെ പഠിച്ചു പോയതാണ്. അപ്പോൾ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ടെസ്റ്റുകളൊന്നും എടുത്തിട്ടില്ല. ഒരു ടെസ്റ്റ് സീരീസ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷേ എല്ലാ ടെസ്റ്റും പ്രോപ്പറായിട്ട് ചെയ്തു. അത് തന്നെയായിരുന്നു ഒരു മെത്തേഡ്. കൺസിസ്റ്റന്റ് ഉണ്ടായിരുന്നു ടെസ്റ്റ് അതെ എടുക്കുന്നത്. അതെ. ഓക്കെ. പ്രിലിംസ് പാസ്സായി. യാദൃശ്ചികമായിട്ടാണ് മെയിൻസ് ക്ലിയർ ആയെന്ന് പറഞ്ഞു. കാരണം എന്താ, പ്രതീക്ഷയില്ലായിരുന്നു പ്രിലിംസ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മെയിൻസിന്റെ പ്രിപ്പറേഷനിൽ പ്രതീക്ഷ കുറവായിരുന്നു? ഭയങ്കര പ്രതീക്ഷ കുറവായിരുന്നു. ഞാൻ ആദ്യം 1-2 ടെസ്റ്റൊക്കെ എഴുതിയപ്പം 5ഉം 6ഉം ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അറ്റൻഡ് ചെയ്തത്. 20 ക്വസ്റ്റ്യൻ എഴുതി തീർക്കാൻ പറ്റിയില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു അവസാനം ഫുൾ ടെസ്റ്റ് ഐലൻഡിൽ MTS എഴുതുമ്പോഴും 20 ക്വസ്റ്റ്യൻ എഴുതിയിട്ടില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ 20 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നത് ശരിക്കുള്ള ശരിക്കുള്ള മെയിൻസിനായിരുന്നു. എക്സാമിനേഷൻ. എക്സാമിനേഷൻ ആയിരുന്നു. പിന്നെ അണ്ടർ പ്രിപ്പയർഡ് ആണെന്ന് പറയാൻ കാരണം ഞാൻ നല്ല നല്ല നോട്ട്സ് ഉണ്ടാക്കിയിരുന്നില്ല പല ടോപ്പിക്കിനും. ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു, ഹാൻഡ് ഔട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തില്ലായിരുന്നു. എസ്പെഷ്യലി ഇൻ PSIR. ക്ലാസ് കഴിഞ്ഞിരുന്നു, സിലബസ് തീർന്നിരുന്നു. പക്ഷേ ഞാൻ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു PSIRന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ടൊക്കെ മെയിൻസ് ക്ലിയർ ആവില്ല എന്നായിരുന്നു ആയിരുന്നു പ്രതീക്ഷ. നമ്മൾ ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ ഞാൻ എല്ലാ കുട്ടികളോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ഓപ്ഷനിൽ ഭയങ്കര ഒരു ക്രൂഷ്യൽ എലമെന്റ് ആണല്ലോ അല്ലേ? അപ്പം എന്തുകൊണ്ടാണ് PSIRലേക്ക് എത്തുന്നത്? പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലാണ്. രാഹുൽ ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? സത്യം പറയട്ടെ, ഉം. ഞാൻ പറഞ്ഞല്ലോ കോളേജിൽ നിന്ന് ഞാനും അഭിജിത്തും കിരണിനും 3 പേര് കൂടിയിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നത്. അപ്പം ഞങ്ങൾ 3 പേരും ഒന്നിച്ച് ഒരേ ബാച്ചിൽ ഇവിടെ ജോയിൻ ചെയ്തു. അപ്പോൾ ഓറിയന്റേഷൻസ് നടക്കുക ഓപ്ഷണലിൻ്റെ. നിഖിൽ സാറിൻ്റെ ജോഗ്രഫി ഓപ്ഷണൽ ഓറിയന്റേഷൻ കഴിഞ്ഞു. പിന്നെ ഷിനാസ് സാറിൻ്റെ ഓറിയന്റേഷൻ കഴിഞ്ഞു. ഷിനാസ് സാറ് എനിക്കൊന്ന് മാർക്സിസ്റ്റ് ആണ് പഠിപ്പിച്ചെന്ന് തോന്നുന്നു ആദ്യത്തെ ക്ലാസ്. അപ്പം ആ ക്ലാസ് കഴിഞ്ഞപ്പം ഞാൻ ഇൻഡിഫറൻ്റ് ആയിരുന്നു, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അഭിജിത്തിനും കിരണിനും ഇഷ്ടമായി. അപ്പോൾ അവർ ജോയിൻ ചെയ്തു PSIR. അപ്പോൾ എനിക്ക് വേറെ ഓപ്ഷനും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ PSIR എടുത്താണ് സത്യം പറഞ്ഞത്. ഓക്കെ. അപ്പം PSIR പഠിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സബ്ജക്റ്റിനോടുള്ള ഇഷ്ടം കൂടിയോ അതോ കുറഞ്ഞോ, എന്തായിരുന്നു സംഭവിച്ചത്? എന്തായാലും കൂടിയിട്ടുണ്ട്. കാരണം ഞാനിപ്പം സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നതും ന്യൂസ് വായിക്കുന്നതൊക്കെ ഈ ഒരു ഓറിയന്റേഷനിലാണ്. ഈ നടക്കുന്ന സംഭവത്തിന്റെ പൊളിറ്റിക്സ് എന്താണ്, അതിന്റെ ബാക്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, നമ്മുടെ ഓറിയന്റേഷൻ കംപ്ലീറ്റ്ലി മാറും PSIR പഠിക്കുമ്പോൾ. അത് ശരിക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസ് എ പേഴ്സണൽ ഡെവലപ്പ് ആവാനും PSIR പഠിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എക്സാമിന്റെ പെർസ്പെക്റ്റീവിൽ PSIR ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് GS-ലേക്കൊക്കെ വരുമ്പോഴത്തേക്കും? എന്തായാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല കാരണം നല്ല ഓവർലാപ്പ് ഓവർലാപ്പ് ഉള്ള സബ്ജക്റ്റ് അല്ലേ? PSIRന്റെ ഒരു ആംഗിൾ നോക്കുമ്പോൾ സിലബസ് ഭയങ്കര വലുതാണ്. അത് ഭയങ്കര വാസ്റ്റ് സത്യമാണ്. ആണ്. അത് ഭയങ്കര വലുതാണ്. പക്ഷെ അതിന് അതിൻ്റെതായ അത് ഓവർലാപ്പിംഗ് വരുന്നത് കൊണ്ട് അതിലിടുന്ന എഫോർട്ട് PSIR കൂടി മാത്രമല്ല അല്ല റിട്ടേൺ കിട്ടുന്നതെന്ന് എല്ലാവരും പറയും. അല്ല അല്ല അതുപോലെ തന്നെ മറ്റു പേപ്പറിൽ കൂടിയാണ് അല്ലേ? ബാക്കി പേപ്പേഴ്സിൽ ഇപ്പോൾ പേപ്പേഴ്സിൽ എത്തിക്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്തിക്സിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. SASൽ ചില പെർസ്പെക്റ്റീവ്സ് ഒക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. GS2 എന്തായാലും ഒബ്വിയസ്ലി എന്തായാലും ഹെൽപ്പ് ഹെൽപ്പ്. ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഓപ്ഷനെ പറ്റി വീണ്ടും സംസാരിക്കാം. നമുക്ക് മെയിൻസ് എക്സാമിനേഷനിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ പറഞ്ഞു കണ്ടന്റ് സൈഡ് കുറച്ച് കുറവായിരുന്നു എന്ന് പറഞ്ഞു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. പക്ഷെ റൈറ്റിംഗ് സ്കില്ല് ഭയങ്കര ക്രൂഷ്യൽ അല്ലേ? എഞ്ചിനീയറിംഗ് പഠിച്ച ഒരാളുടെ റൈറ്റിംഗ് സ്കില്ല് റിലേറ്റീവ്ലി കുറവായിരിക്കണം. കാരണം എന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗിൽ ഇതുപോലെ ഡീറ്റെയിൽ റൈറ്റിംഗ് ഒത്തിരി വേണ്ടി വരുന്നില്ല, ചില സബ്ജക്ട്സിൽ വേണ്ടി വരുന്നുള്ളൂ. അപ്പം താങ്കളുടെ റൈറ്റിംഗ് സ്കിൽ എങ്ങനെയായിരുന്നു? വെരി ഗുഡ് അറ്റ് ഓൾറെഡി അതോ പിന്നെ പതുക്കെയാണ് ബിൽഡ് ചെയ്തെടുത്തത്? ഒരു ആവറേജ് ലെവൽ റൈറ്റിംഗ് സ്കിൽ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എഞ്ചിനീയറിംഗിന് ഏതൊരു ടൈപ്പ് സ്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അതില്ലായിരുന്നു. പക്ഷേ ഇത് ഒരു ആവറേജ് ലെവൽ ഉണ്ടായിരുന്നു. പിന്നെ ഡെവലപ്പ് ചെയ്തെടുത്താണ്. അതിന് മേലെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യം എഴുതി വന്നപ്പോഴൊക്കെ. അപ്പം എൻ്റെ മെന്റർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായില്ല എന്നുള്ളത് തന്നെ. പിന്നെ ടെസ്റ്റ് സീരീസിന്റെ സമയത്ത് ഫീഡ്ബാക്ക് വരുമ്പോഴൊക്കെ അത് ഞാൻ പ്രോപ്പറായിട്ട് ആ ഫീഡ്ബാക്ക് നോക്കിയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം ഓവർ ദി ഇയേഴ്സ് വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഇത്തവണ നല്ല മാർക്ക് കിട്ടിയത്. Okay. ഇപ്പം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇന്റർവ്യൂവിന് പോയി. ആരായിരുന്നു ആ സമയത്ത് പാനൽ, ഓർക്കുന്നുണ്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റ് സത്യവതി മാമിന്റെ. സത്യവതി മാം ആയിരുന്നു. ഓക്കെ, ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു ആ സമയത്ത്? ആ സമയത്ത് എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റിന്റെ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ശരിക്കും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് കൊറോണ വരുന്നതിന് മുമ്പും പിന്നെ കൊറോണ വന്നതിന് ശേഷം. കൊറോണക്ക് മുമ്പ് ഐലൻഡിൽ തന്നെ ആയിരുന്നു. അപ്പം ഇവിടെ പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും പോയി മോക്ക് ഇന്റർവ്യൂസ് 1-on-1 എടുക്കും. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ മെയിൻസ് പാസ്സായത് തന്നെ കണ്ടന്റ് ഇല്ലാതെയാണ്, അല്ലെങ്കിൽ അണ്ടർ പ്രിപ്പയർഡ് ആണെന്നുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചാൽ എനിക്കത് പറയാനുള്ള കണ്ടന്റ് ഉണ്ടോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. പിന്നെ കൊറോണയ്ക്ക് ശേഷം ഞാൻ വീട്ടിലായിരുന്നു, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ന്യൂസ് പേപ്പേഴ്സ് വായിക്കുമായിരുന്നു, പിന്നെ ഇടയ്ക്ക് സാറിനെ വിളിക്കുമായിരുന്നു. അതല്ലാതെ വേറെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ആ അറ്റംപ്റ്റ് അത്ര നല്ലതായിരുന്നില്ല. ഓക്കെ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോഴത്തേക്ക് റാങ്ക് ലിസ്റ്റിലില്ല. അപ്പം എന്തായിരുന്നു ആ സമയത്ത് തോന്നിയ ഫീലിംഗ്? ഞാൻ ഏകദേശം 100% എക്സ്പെക്ട് ചെയ്തിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് അത്ര ഡിസപ്പോയിൻമെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ
ഡൽഹി പോയി വന്നിട്ട് ഇന്റർവ്യൂ ആയിട്ട് വന്നിട്ട് ആ സമയത്ത് ഒരു ക്വാറന്റൈൻ ഉണ്ടല്ലോ, മാൻഡേറ്ററി ക്വാറന്റൈൻ ഉണ്ടായിരുന്നല്ലോ. അപ്പം ക്വാറന്റൈനിൽ ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത്. ആരും ഫേസ് ചെയ്തിട്ടൊന്നും വന്നില്ല എന്തായാലും. അത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ അടുത്ത അറ്റംപ്റ്റിൽ എടുക്കാം, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ചെയ്തിട്ട് അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാം എന്നുള്ളൊരു തോട്ടായിരുന്നു. പിന്നെ ഐലൻഡിൽ അപ്പം തന്നെ മെൻറ്ററായിട്ട് ജോലിക്ക് കയറി. അപ്പം ഒരു പ്രഷർ ഇല്ലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും പേടിയൊന്നും ഇല്ലായിരുന്നു. സൈമൾട്ടേനിയസ്ലി മെൻറ്ററായിട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. സെക്കൻഡ് അറ്റംപ്റ്റിന്റെ സ്റ്റോറി എങ്ങനെയാണ്? സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ സാധാരണ ചോദിക്കുന്ന ആൾക്കാരോട് പറയാറ് കൊറോണ കൊണ്ടുപോയ അറ്റംപ്റ്റ് എന്താ. ഫിലിംസ് ജസ്റ്റ് എങ്ങനെയോ പാസ്സായി. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഞാൻ പഠിക്കാൻ ഒരു 2 മാസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നുള്ളൂ. എഴുതി കിട്ടി. ഡാൻസ് സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കറണ്ട് അഫയേഴ്സ് എന്ത് ചെയ്യണമെന്നൊക്കെ ചോദിച്ച് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. മെയിൻസ് പക്ഷേ നല്ല പാടായിരുന്നു. ഞാൻ വീട്ടിലിരുന്നാണ് പ്രിപ്പയർ ചെയ്തത്. വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്നത് ഒരിക്കലും ഒരു ശാശ്വതമായ പ്രക്രിയ അല്ല എന്ന് മനസ്സിലായത് സെക്കൻഡ് അറ്റംപ്റ്റ് സമയത്താണ്. അപ്പോൾ അത് വർക്കായില്ല. കൊറോണ ആയതുകൊണ്ട് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാടായിരുന്നു. അപ്പം ഇവിടെ വന്നിട്ട് പിന്നെ ടെസ്റ്റിന് ഒരു 3 വീക്സ് മുമ്പാണ് വന്നത്. പക്ഷെ അത് അത്ര എഫിഷ്യന്റ് ആയിരുന്നില്ല. അത്തവണ മെയിൻസ് ക്ലിയർ ആയി. മീൻസ് ക്ലിയർ ആയില്ല. ക്ലിയർ ആയി. വീണ്ടും കൺസിസ്റ്റന്റ് ആയിട്ട് പിന്നെയും അടുത്ത അറ്റംപ്റ്റ് കൊടുക്കുന്നു. അപ്പൊ എല്ലാം എന്താണ് സംഭവിച്ചത്? ആ ഒരു തേർഡ് അറ്റംപ്റ്റിൽ വന്ന ചേഞ്ച് ഞാൻ റീഡിംഗ് റൂമിൽ വന്നു തുടങ്ങിയതാണ്. ഐലൻഡ് റീഡിംഗ് റൂമിൽ വന്നു തുടങ്ങിയപ്പം നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അനൂപും സൗരവും കിരണും നമ്മുടെ ഒരു 4 പേരുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ആ ഒരു അറ്റംപ്റ്റ് ശരിക്കും ഒരു ഡിഫൈനിങ് മൊമെന്റ് ആയിരുന്നു. ഞാൻ കമ്പയർ ചെയ്തു ആൾക്കാരെ, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്, എന്തൊക്കെയാണ് വ്യത്യാസം. കിരൺ കുറെ കൂടി ഹാർഡ് വർക്കിംഗ് ആണ്, നല്ല രീതിയിൽ നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ എൻ്റെ നോട്ട്സ് ഞാൻ യൂസ് ചെയ്തിരുന്നു. അതുപോലെ അനൂപ് കുറെ കൂടി പാഷനേറ്റ് ആണ്. ഞാൻ ആലോചിക്കുന്നുണ്ട് എനിക്ക് അത്രയും പാഷൻ ഉണ്ടോ ഈ സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ സൗരവ് കുറെ കൂടി നല്ല റൈറ്റിംഗ് സ്കില്ലാണ്. അവന് അറിയാം, അവന് ഓപ്ഷനിൽ നല്ല സ്ട്രോങ് ആയിരുന്നു, ഇന്റർവ്യൂ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ആൾക്കാരായിട്ട് കമ്പയർ ചെയ്ത് തുടങ്ങി. ആ ഒരു വ്യത്യാസമായിരുന്നു തേർഡ് അറ്റംപ്റ്റ് സമയത്ത്. അപ്പൊ നമ്മൾ എവിടെയാണ് കുറവ് നിൽക്കേണ്ടത്, അതെ. എവിടെ നമുക്ക് ബാലൻസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലായി. അതെ. ആ അറ്റംപ്റ്റിലും നമ്മൾ പ്രിലിംസ് പാസ്സാവുന്നു, മെയിൻസ് പാസ്സാവുന്നു, ഇന്റർവ്യൂവിന് പോകുന്നു അല്ലേ? അതെ. അതായിരുന്നു സെക്കൻഡ് ഇന്റർവ്യൂ. അതെ. അത് ആരുടെ പാനലായിരുന്നു? ബോർഡ് ആരുടെ ആയിരുന്നു? അതും സത്യവതി മാം. സത്യവതി മാം ആയിരുന്നു. ഓക്കെ. അത്തവണയും നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരുന്നില്ല ഇല്ല. അല്ലേ? ഓക്കെ. ഇപ്പൊ 2 തവണ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞിട്ട് 2 തവണ കിട്ടാതിരിക്കുമ്പോഴത്തേക്കും അപ്പം കുറച്ച് ആദ്യത്തെ തവണ പറഞ്ഞു എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്. സെക്കൻഡ് ടൈം ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പം എന്തായിരുന്നു ഒരു ഫീലിംഗ്? സെക്കൻഡ് ടൈമിൽ ഇന്റർവ്യൂ കുറച്ച് മോശമായിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ. പക്ഷെ മെയിൻസ് ഞാൻ കുറെ കൂടി മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ അത്ര എഫേർട്ട് റീഡിംഗ് റൂമിലൊക്കെ വന്ന എഫേർട്ട് ഇട്ട് അതിൻ്റെ ഒരു റിസൾട്ട് ആയിരിക്കും. കുറെ കൂടി ഞാൻ മാർക്ക് പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ആ റിസൾട്ട് വന്ന സമയത്ത് ഇല്ലാത്തൊരു വിഷമം മാർക്ക് വന്നപ്പം എനിക്ക് തോന്നി. മാർക്ക് വന്നപ്പോൾ തോന്നി. പക്ഷെ കുറച്ച് പിന്നെ ഒരു വീക്ക് ഒരു റിയലൈസിങ് മൊമെന്റ് ആയിരുന്നു. എൻ്റെ ആൻസേഴ്സ് അത്രയും നല്ലതല്ല, കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളൊരു തോട്ടായിരുന്നു. അപ്പം അടുത്ത അറ്റംപ്റ്റിൽ ഞാൻ ഫോക്കസ് ചെയ്ത് ഈ ആൻസർ റൈറ്റിംഗ് ഒന്ന് ഇമ്പ്രൂവ് ആക്കാനായിരുന്നു. അതിന്റെ സ്റ്റോറി എങ്ങനെയായിരുന്നു ആ അറ്റംപ്റ്റ്? അത് ഫോർത്ത് അറ്റംപ്റ്റ് ആയിരുന്നു. അതിന്റെ സ്റ്റോറി കംപ്ലീറ്റ്ലി ആഷ്നയുടെ കൂടെ ഇരുന്നിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. അപ്പൊ ആൻസർ റൈറ്റിംഗിൽ ഒരു അടിപൊളി ഇമ്പ്രൂവ്മെന്റ് വന്നത് അതുകൊണ്ടുകൂടിയാണ്. ആഷ്ന നന്നായിട്ട് ആൻസേഴ്സ് ചെയ്തു. ഏകദേശം എല്ലാ പേപ്പേഴ്സിനും നന്നായിട്ട് ആൻസേഴ്സ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്ന് പഠിക്കും, ഒന്നിച്ചിരുന്ന് ആൻസേഴ്സ് എഴുതും റെഗുലർ ആയിട്ട്. അപ്പം ആ ഒരു അറ്റംപ്റ്റിൽ നല്ല മാറ്റം വന്നു ആൻസർ റൈറ്റിംഗിൽ. അത് ഇത്തവണ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അപ്പം പക്ഷെ ആ അറ്റംപ്റ്റിൽ ഇന്റർവ്യൂവിന് മാർക്ക് കുറവായിരുന്നു, അതുകൊണ്ട് ക്ലിയർ ആയില്ല. ഈ 3 തവണയും ഇന്റർവ്യൂവിന്റെ സമയം വരുമ്പോഴത്തേക്കും ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ രാഹുലിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, രാഹുല് ഭയങ്കരമായിട്ട് ഒത്തിരി സംസാരിക്കില്ല. ഇന്റർവ്യൂവിൽ കുറച്ച് അധികം സംസാരിക്കണം അല്ലേ, ഇരുന്ന് എക്സ്പ്രസ് ചെയ്യണം. മാത്രമല്ല മാക്സിമം അതൊരു കോൺവെർസേഷൻ മോഡിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. അപ്പം നമ്മളത് ഒത്തിരി സംസാരിച്ചാലാണ് ആ മൊമെന്റിലേക്ക് എത്തുന്നത്. അപ്പം ഞാൻ ഒബ്സർവ് ചെയ്തൊരു ഫാക്ടർ, ഞാൻ അതിന് മുമ്പത്തെ വർഷം ഞാൻ ദീപു ചേട്ടനോടും ഈ സെയിം പറഞ്ഞിട്ടുണ്ട്. ദീപു നമ്മുടെ ഇവിടുത്തെ മെന്ററായിരുന്നു. അപ്പം ദീപുവിനോട് തന്ന് ഞാൻ പറഞ്ഞു, ദീപു ഒത്തിരി സംസാരിക്കില്ല. എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഭയങ്കര സാമ്യം തോന്നുന്നു. കാരണം ഭയങ്കര ബ്രൈറ്റ് ആണ് രണ്ടുപേരും. പക്ഷെ രണ്ടുപേരും ഒത്തിരി മിണ്ടത്തില്ല. എന്നാൽ പേഴ്സണൽ സ്പേസിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര അടിപൊളി കുറെ സാധനങ്ങൾ വരികയും ചെയ്യും. അപ്പൊ ഞാൻ ദീപുവിനോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ദീപു ക്ലാസ് എടുത്തതിന്റെ ഒരു മാറ്റം ദീപു ഇന്റർവ്യൂവിൽ വന്നു. അപ്പൊ എനിക്കൊന്ന് ഇത്തവണ നമ്മളിവിടെ PSC ക്ലാസ് എടുക്കാൻ തുടങ്ങി അല്ലേ? അതെന്തെങ്കിലും എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നത്? ശരിക്കും ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ മാർക്ക് കൂടും, അത് ഉറപ്പാണ്. എന്നോട് കുറെ പേര് പറഞ്ഞിരുന്നു മുമ്പ്, എന്നെ സഫാനൊക്കെ എപ്പോഴും പറയുമായിരുന്നു. ശരിക്കും അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇംഗ്ലീഷൊന്നും അല്ല ക്ലാസ് എടുത്തത്, പക്ഷെ മലയാളത്തിൽ തന്നെയാണ്. ഇംഗ്ലീഷ് ഇടയ്ക്ക് കയറി വരും, ടേംസും കാര്യങ്ങളൊക്കെ. ഒരു കാര്യം ക്ലാരിറ്റിയുടെ കാര്യമാണ്. നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ നല്ല ക്ലാരിറ്റി വരും ടോപ്പിക്സിനകത്ത്. അപ്പോൾ അത് സംസാരിക്കുമ്പോൾ എങ്ങനെ ക്ലാരിറ്റിയോടെ സംസാരിക്കാം എന്നുള്ളൊരു എക്സസൈസ് ആയിരുന്നു ക്ലാസ്. ക്ലാസ്സിൽ ഒരുപാട് പിള്ളേരൊന്നും വരാറില്ലായിരുന്നു രാവിലെ ആയതുകൊണ്ട്. പക്ഷെ എന്നാലും വരുന്ന പിള്ളേരൊക്കെ കുറച്ച് ഡൗട്ട്സ് ഉള്ള പിള്ളേരായിരുന്നു. അപ്പം അവർ തിരിച്ച് ചോദിക്കും കുറെ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു സ്പേസിൽ ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് എങ്ങനെ അഡ്രസ്സ് ചെയ്യും, അതാണല്ലോ ശരിക്കും നമ്മൾ ഇന്റർവ്യൂവിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സസൈസും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഇത്തവണ ഭരത്തിനും
അതുപോലെ രാഹുൽ, രണ്ടുപേരും PSIR നമ്മുടെ ടീമിലുള്ളവരാണ്. ടീമിൽ കുറച്ച് നാളായിട്ടുള്ളവരാണ്. ഇത്തവണ രണ്ടുപേരും ക്ലാസ്സസ് എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ. അപ്പം ഞാൻ എടുക്കുന്നതിനൊപ്പം തന്നെ ഇവരും ചില പോർഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം രാഹുലിന്റെ ക്ലാസ്സസിന്റെ ഫീഡ്ബാക്കും ഭയങ്കര പോസിറ്റീവാണ്. അപ്പം എനിക്ക് ഭയങ്കര ഉറപ്പാണ്, ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരാളാണ്, പറയുമ്പോഴത്തേക്കും കുട്ടികൾക്കും അത് കിട്ടുമെന്നുള്ളത്. ഐ വാസ് സ്ട്രോങ്ലി എക്സ്പെക്ടിങ് ദാറ്റ് ദർ വുഡ് ബി എ ജമ്പ് ഇൻ ഇന്റർവ്യൂ മാർക്സ്, അല്ലേ? അത് സംഭവിച്ചില്ല ഇത്തവണ. 38 മാർക്ക് 38 മാർക്ക് ഇന്റർവ്യൂവിന് മാത്രമായിട്ട് കൂടി. ഓക്കെ. ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്, അല്ലേ? നമ്മുടെ ഡീറ്റെയിൽ ആപ്ലിക്കേഷൻ ഫോം. അപ്പം ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? ഡാഫ് ഫില്ല് ചെയ്യുന്നതും ഡാഫ് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ? സാറിന് അറിയായിരിക്കും, ഞാൻ ആദ്യത്തെ ഡാഫ് തൊട്ട് അവസാനത്തെ ഇപ്പോഴത്തെ 4ാമത്തെ ഇന്റർവ്യൂ ഡാഫും കംപ്ലീറ്റ്ലി സാറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ചെയ്തത്. ഞാൻ ഒപ്പീനിയൻസ് ചോദിക്കും ബാക്കി എല്ലാവരോടും, ഇപ്പോൾ അതിലുള്ള ഡയ സാറിനോടും അങ്ങനെ വേറെ ഫാക്കൽറ്റീസിനോടൊക്കെ ഒപ്പീനിയൻസ് ചോദിക്കും. പക്ഷെ ഫൈനലൈസ് ചെയ്യുമ്പോൾ സാറിനോട് ഞാൻ എപ്പോഴും കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോബി മാറ്റി മാറ്റിയൊക്കെ വെക്കും. ഫസ്റ്റ് അറ്റംപ്റ്റ് വെച്ച ഹോബി അല്ല, ഫോർത്ത് അറ്റംപ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റും. എല്ലാ അറ്റംപ്റ്റും മാറ്റിയിരുന്നു. എനിക്ക് തോന്നുന്നു ഹോബി നമ്മൾ ഡാഫിനകത്ത് ഹോബി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഹോബി അല്ലാതെ തോന്നുന്നു. വാച്ച് ക്രിക്കറ്റൊക്കെ വെച്ചിട്ട് പിന്നെ അത് പിന്നീട് ക്രിക്കറ്റ് കളി കാണാറില്ല. കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വെക്കും. അപ്പം പിന്നെ എനിക്ക് സർവീസ് അലൊക്കേഷനെ പറ്റി ഒരു വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. പല സർവീസിൽ എന്താ ജോലി. അപ്പം അത് സംഭവിച്ചത് ഞാൻ ഇവിടെ സാറിനോട് Discussion. വന്നിട്ട് കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ്. ഓക്കെ. ഇപ്പം ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ വന്നു. ഇനി ഒരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്, ഇഷ്ടപ്പെടുന്ന സർവീസിലേക്ക് എത്തുന്നതിന് വേണ്ടി. ഇവിടെയാണ് ഞാൻ രാഹുലിനെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം രാഹുൽ ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓരോ സ്റ്റേജിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ കൺസിസ്റ്റന്റ്ലി മുന്നോട്ട് പോകണമെങ്കിൽ ഭയങ്കര എനർജി വേണ്ടേ? പ്രത്യേകിച്ച് ഇപ്പം 2018-19 പീരീഡിൽ തങ്ങളുടെ ഫ്രണ്ട്സ് ഒത്തിരി പേര് നോക്കിക്കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ PG എടുക്കാൻ പോയിട്ടുണ്ടായിരിക്കും, പുറത്ത് പോയിട്ടുണ്ടായിരിക്കും, അല്ലെ സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നു കഴിഞ്ഞാൽ. കാരണം ഞാനിത് ഫേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ BTech കഴിഞ്ഞ് MTech കഴിഞ്ഞിട്ട് പ്രിപ്പറേഷൻ്റെ ഒരു 3 ഇയേഴ്സിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പലരും പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു, പലയിടത്ത് പോകുന്നു. സോഷ്യൽ മീഡിയ ഒന്നും ഞാൻ തുറന്നു പോലും നോക്കത്തില്ല. എനിക്ക് ഭയങ്കര പേടി നല്ല ഭയങ്കര ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ്, നമ്മൾ എവിടെ എത്തിയില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പൊ താങ്കൾ നിൽക്കുമ്പോൾ ഒത്തിരി പേര് വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സ് എന്ന് പറയുന്നു. പക്ഷെ ആ പോയിന്റ് എത്തുന്നതിന് മുമ്പ് വരെ, അപ്പൊ അതാണ് നമ്മൾ മേളിൽ കാണുന്നത്, സക്സസ് മേളിൽ കാണുന്നത്. പക്ഷെ അതിന്റെ പിന്നിലുള്ള ഒരു ഹാർഡ് വർക്ക്, പിന്നെ നമ്മുടെ ഒരു ഫെയിലിയർ, ഇതിനെങ്ങനെ ഓവർകം ചെയ്ത്, ആ ഫെയിലിയർ എങ്ങനെ നമ്മൾ ഓവർകം ചെയ്ത് ഈ ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സോഷ്യൽ പ്രഷറും, പിന്നെ ഒത്തിരി പിള്ളേർ അത് ഫേസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുണ്ടായിരുന്നു. കാരണം ഞാൻ CT പാസ് ഔട്ടായ, അത്യാവശ്യം എല്ലാവർക്കും നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നൊരു സ്ഥാപനമാണ്. എൻ്റെ ഹോസ്റ്റലിൽ കൂടി ഉണ്ടായിരുന്നതിൽ ഞാനും ആദിൽ ഷുക്കൂറും പിന്നെ വേറൊരു ആളും കൂടി മാത്രമാണ് ജോലി നേടാതെ ഇതുവരെ ഉള്ളത്. ബാക്കി പല ആൾക്കാർക്ക് 50 LPAക്ക് മേലൊക്കെ സാലറി ഉണ്ട്. അപ്പം ഒന്നാമത്തെ കാര്യം, സാറ് നേരത്തെ പറഞ്ഞ ഒരു സക്സസ് പോയിന്റ് അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് എത്താനുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ഇപ്പോഴും ഉണ്ടായിരുന്നു. അതാണ് ശരിക്കും പുഷ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ രണ്ടാമത്തെ കാര്യം, എനിക്ക് സോൾവബിൾ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് എനിക്കുള്ളതെന്ന് എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു എപ്പോഴും. മെയിൻസിനാണെങ്കിലും ആൻസർ റൈറ്റിംഗിൽ എനിക്ക് ഇപ്പോഴും അറിയാം ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്ത അറ്റംപ്റ്റിൽ. അത് ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു, അല്ലേ? എന്ത് ചെയ്യണം എന്താ പ്രശ്നം എന്നറിയാം. അപ്പം ഞാൻ 3rd അറ്റംപ്റ്റിൽ അല്ല 4th അറ്റംപ്റ്റിൽ ആൻസർ റൈറ്റിംഗിലാണ് ഫോക്കസ് ചെയ്തത്, GS. പിന്നെ അടുത്ത അറ്റംപ്റ്റ് PSIR. അപ്പോൾ അതിന് അനുസരിച്ച് മാർക്ക് കൂടുന്നുണ്ട് ഓരോന്നിലും. അപ്പം എനിക്ക് സോൾവബിൾ ആയിട്ടുള്ള മിസ്റ്റേക്ക് ആണെന്ന് അറിയായിരുന്നു. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഞാൻ ഒറ്റക്കായിരുന്നില്ല എന്നുള്ള നല്ല ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. കാരണം ഈ UPSC കമ്മ്യൂണിറ്റി വലിയ കുഴപ്പമില്ലാത്തൊരു കമ്മ്യൂണിറ്റിയാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, എല്ലാവർക്കും അറിയാം ഫെയിലിയർ ഒരു ഭയങ്കര പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം എനിക്ക് ഓരോ തവണ തോറ്റപ്പോഴും കിട്ടിയ സപ്പോർട്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അപ്പം പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട്, എനിക്കിടയ്ക്ക് ഒരു ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ അത്യാവശ്യം നല്ല പ്രഷർ ഉണ്ടായിരുന്നു. അച്ഛനും ഇടയ്ക്ക് പറയുമായിരുന്നു പോയി ജോയിൻ ചെയ്തിട്ട് ലീവ് എടുത്തൂടെ. അപ്പം ഞാനത് ചെയ്യാതിരുന്നു. അതൊരു സ്ട്രോങ് ഡിസിഷൻ ആയിരുന്നു എൻ്റെ ഭാഗത്ത് നിന്ന്. അത് ചെയ്യാതിരുന്നിട്ടും ഇങ്ങനെ വീട്ടിൽ നിന്ന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഫാമിലി അങ്ങനെ കൺസേൺ കാരണം ഒരുപാട് പേര് ചോദിച്ചു, അല്ലാതെ വലിയ കുഴപ്പമൊന്നുമില്ല, നീ പോയിക്കോ നിനക്ക് കിട്ടും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതല്ലേ ഓൾറെഡി, ആ ഒരു തോട്ടായിരുന്നു എല്ലാവരും. അപ്പം സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ മുഖം ചിരിച്ചു നിൽക്കുമ്പോഴും, ഞാൻ ഇപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് പരീക്ഷ ഫെയിലാകുന്ന മൊമെന്റിലും വന്ന് സംസാരിക്കുമ്പോഴും, അല്ലെങ്കിൽ ഇന്റർവ്യൂ എപ്പോഴും രാവിലെ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ സ്മൈൽ ചെയ്ത് ചിരിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ, മാർക്ക് കിട്ടാത്ത എന്ത് അപ്പോഴും രാഹുലിന്റെ ഏറ്റവും ഇപ്പൊ ഈ പറഞ്ഞ സാധനം തന്നെ, അതായത് എന്താണ് എൻ്റെ മിസ്റ്റേക്ക് എന്നറിയാം. അപ്പം അത് വന്ന് സംസാരിച്ച് ഇത്തവണ അത് റെഡിയാക്കും, പിന്നെ അടുത്ത എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റെഡിയാകും. അപ്പം ഇങ്ങനെ വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണെങ്കിലും ആ ഗോൾ എത്തുക എന്ന് പറയുന്നതിൽ കണ്ടിന്യൂസ്ലി പോകുന്നുണ്ട്. ഈ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ഒരു വാലിഡേഷൻ ആയില്ലേ, ഇപ്പം 714 റാങ്ക് ഒരു വാലിഡേഷൻ ആയി. ഇനി ഒരു തവണ കൂടെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ സന്തോഷത്തോടു കൂടി
കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കൊടുക്കാൻ ഒരു ധൈര്യമായിട്ടുണ്ടോ? അതുണ്ട്, ശരിക്കും പറഞ്ഞാൽ നല്ല എനർജി ഉണ്ട്. അപ്പം പിന്നെ വീട്ടിലും നാട്ടിലൊക്കെ എല്ലാവരും ഒന്നുകൂടി പുഷ് ചെയ്യും, ചിലപ്പം IAS കിട്ടിയാലോ, അങ്ങനെ ഒരു എനർജി, ഒരു സപ്പോർട്ട് തരുന്നുണ്ട്. കുറെ കൂടി ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും, ഒരു പ്ലാറ്റ്ഫോമായി അതിന്റെ മേലെ കയറി അതിന് ചാടിയാൽ മേലെ മതി. മാടി ഈ ഉദുമ ഗ്രാമപഞ്ചായത്തിൽ നിന്ന്, അതായത് ഒത്തിരി അധികം പേരൊന്നും സിവിൽ സർവീസിലേക്ക് വന്നിട്ടുണ്ടാകത്തില്ല. മേ ബി അവിടുത്തെ ആദ്യത്തെ ഒരു സിവിൽ സർവൻ്റ് ആവാം. ഈ ചുറ്റുമുള്ളവർക്കൊക്കെ ഈ 6 വർഷം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് അറിയാമല്ലോ പഠിക്കുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ ഇടയ്ക്കൊന്ന് ചോദിക്കുമോ, എന്തായി, ജോലിയൊന്നും ആയില്ലേ? അപ്പോൾ പൊതുവേ ഈ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ കേൾക്കുന്ന ചോദ്യമാണ്, ജോലിയൊന്നും ആയില്ലേ, നീ എന്താ ചെയ്യുന്നതെന്ന്. എന്നോട് അങ്ങനെ അത്രയും വലിയ സ്ക്രൂട്ടിനി ഉണ്ടായിരുന്നില്ല. കൺസേൺ കാരണം ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ജെനുവിൻ കൺസേൺ ഉള്ളത്. കൺസേൺ ആണ്. എൻ്റെ കൂടുതലും കൂട്ടുകാരായിരുന്നു, +2 ഒന്നിച്ച് പഠിച്ച ഫ്രണ്ട്സ് ആയിരുന്നു. നാട്ടുകാര് ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ഷീൽഡ് പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ചേച്ചി അവര് കേട്ടിട്ടുണ്ടായിരിക്കും ചോദ്യം. കേട്ടിട്ടുണ്ടാവും ചോദ്യം, പക്ഷെ എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. മിക്ക ചോദ്യങ്ങളും എൻ്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് അത്ര വലിയ കുഴപ്പമില്ലായിരുന്നു. ഞാൻ +2ലും 10th നല്ല അച്ചീവർ ആയിരുന്നു സ്കൂളിലൊക്കെ. അപ്പൊ എല്ലാവർക്കും അറിയാം എന്തെങ്കിലുമൊക്കെ എത്തും, എവിടെയെങ്കിലും എത്തുമെന്ന്. നമ്മളങ്ങനെ കൺസേൺ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊന്നും. പിന്നെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ തൊട്ട് കണ്ടിന്യൂസ്ലി ഐലൻഡിൽ പല പല പ്രോഗ്രാംസിൽ ഇങ്ങനെ എൻഗേജ് ആയിട്ട് ഇങ്ങനെ ഇപ്പം മെൻറ്ററായിട്ടും മാപ്പ് മെൻറ്ററായിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ്ലി പോകുന്നുണ്ട്. ഇപ്പോൾ ഫാക്കൽറ്റി ക്ലാസ് ആയിട്ട് PSR എടുക്കുകയൊക്കെ ആയിട്ട് ആക്ച്വലി അതും ഒരു സൈഡിൽ ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വർക്കിന്റെ ഒരു എലമെന്റ് ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഇപ്പം ഏതൊരാൾക്കും ഒരു സിവിൽ സർവന്റ് ആവാൻ നേരത്തുള്ള ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇന്ന രീതിയിലുള്ളൊരു സിവിൽ സർവന്റ് ആവണമെന്ന് ആഗ്രഹിക്കാറുണ്ട് അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്സ് നല്ലവണ്ണം മനസ്സിലാക്കുന്നത്, പലതിൻ്റെ രാഷ്ട്രീയത്തെ കൃത്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാരണം അത് തന്നെ പഠിച്ച ഒരാളാണ്. അപ്പം ആ പോയിന്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ എങ്ങനെയുള്ളൊരു സിവിൽ സർവന്റ് ആവാൻ എന്നാണ് രാഹുൽ ആഗ്രഹിക്കുന്നത്? പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിവിൽ സർവന്റ് ആണെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, ഭയങ്കര പാഷനേറ്റ് ആണ് അവർ ഈ കാര്യത്തിൽ. പക്ഷെ അവിടെ കയറി ജോലി ചെയ്ത ആൾക്കാർ, നമുക്ക് ഓൾറെഡി അറിയാമല്ലോ, കുറേ പേര് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരറിയാം. അവരെ ഒരാൾ പോലും ഈ പാഷനേറ്റ് എന്നുള്ള ഒരു ആംഗിൾ എനിക്കിങ്ങനെ ഒരു ഫീസിബിൾ ആയിട്ടുള്ള ആംഗിൾ ആണെന്ന് പറഞ്ഞിട്ടില്ല. നല്ലതാണെന്ന്, അത്ര നല്ലതാണെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പ്രാക്ടിക്കൽ ആവാൻ അവർ പറയാറ്. കുറച്ച് ഡിസപ്പോയിന്റിങ് ആയിരിക്കാം നമ്മൾ പാഷനേറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ. അപ്പോൾ പ്രാക്ടിക്കൽ ആവുക, നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും വർക്ക് ചെയ്യുന്നതിനകത്ത്. പക്ഷെ അതിനകത്ത് നിന്നിട്ട് എന്താണ് പ്രാക്ടിക്കലി ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു ആംഗിളാണ് ഞാനിപ്പോഴും ആലോചിക്കാറ്. പിന്നെ ഈ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ ആംഗിൾ നമുക്ക് അറിയണം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ഐഡിയയിലാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്, ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മൾ PSR ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഫോർ ഹൂം ഡസ് ദ സ്റ്റേറ്റ് എക്സിസ്റ്റ്. അപ്പം നമ്മൾ സ്റ്റേറ്റിന്റെ പാർട്ടാണ്. നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ്, സ്റ്റേറ്റിന് വേണ്ടിയിട്ടാണോ അതോ സ്റ്റേറ്റ് സെർവ് ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമെന്ന് പറയാറുണ്ട്. അപ്പൊ ആ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു അല്ലെ? അപ്പം ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള സിവിൽസിന് അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. കാരണം സർവീസിലേക്ക് കയറുന്ന പല കുട്ടികളും എപ്പോഴും ഒരു പാഷന്റെ പുറത്തല്ലേ ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പം സിസ്റ്റത്തിൽ നിന്നും വരുന്ന പ്രഷേഴ്സ് ഒക്കെ കാരണം അവിടെ ആ പാഷൻ ഒന്ന് താഴേക്ക് പോവുകയും അവർക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാവുകയും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ആണ്. അത് നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആകുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള എന്നാൽ ജനങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു സിവിൽ സർവൻ്റായി മാറട്ടെ. അതിന് ഇത്തവണത്തെ അറ്റംപ്റ്റ് ഒരു കാരണമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഡിസ്കഷൻ ഇവിടെ നിർത്തുന്നു. കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ. Come and join iLearn IAS and feel the difference.